ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ബട്ടറിൻ്റെ തൈ ഉണ്ടാക്കുക എങ്ങനെയെന്നുള്ളത്, ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോ. ബട്ടറിൻ്റെ തൈ കുരു മുളപ്പിച്ചിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ച ഈർക്കിളി എടുത്ത് കൊടുത്തിട്ടുണ്ട്. 2 കുരുണ്ട്, ജ്യൂസ് അടിക്കാൻ വേണ്ടി കൊടുന്ന കുരുവാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ മുന്നേ അതേപോലെ മുളപ്പിച്ച് തൈയായിട്ട് ഒരു 5-8 വർഷമൊക്കെ എടുത്തെന്നുള്ളൂ കായ ഉണ്ടായിട്ടോ. അപ്പോൾ അതേപോലെ 2 തൈ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് ആ കുരു എടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മേലൊക്കെ ആക്കിയിട്ട് ഈ 3 ഈർക്കിളി നമുക്ക് പച്ച ഈർക്കിളി 3 സൈഡിലായിട്ട് ഓട്ടാക്കി കയറ്റി കൊടുക്കുക. ഈർക്കിളി ഇത്ര നീളമൊന്നും വേണ്ട, നമുക്ക് തലയൊക്കെ ഒന്ന് മുറിച്ച് കളയാട്ടോ. അത് ഗ്ലാസ്സിൽ ഇറങ്ങി വീഴാതിരിക്കാൻ, വെള്ളത്തിൽ മുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5-10 വർഷത്തിൻ്റെ മുന്നേ ഞാനിതേപോലെ ഒന്ന് മുളപ്പിച്ച് തൈയൊക്കെ കുഴിച്ചിട്ട് കായൊക്കെ ആയതായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതേപോലെ ഇതും മേൽഭാഗത്തൊക്കെ ആക്കിയിട്ട് ഈർക്കിളിയൊക്കെ കുത്തി വെച്ചിട്ട് ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ വെച്ചാൽ മുള വരും. അപ്പോൾ എല്ലാവരും എങ്ങനെയാണിത് മുളപ്പിക്കാറെന്നൊന്നും എനിക്കറിയില്ല. ഞാനും ബട്ടറിൻ്റെ തൈ മുളപ്പിച്ചുണ്ടാക്കാറ് ഇതേപോലെയാണ്. അപ്പോൾ അതാ 2 കുരും റെഡി ആയിട്ടുണ്ട്. ഇനി 2 ഗ്ലാസ് എടുക്കുക. നമ്മൾ ഗ്ലാസിൻ്റെ ആണെങ്കിൽ ഉടയുന്ന ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് അതിൽ അടിയിൽ വേര് വരുന്നതും ഒക്കെ കാണാൻ സൗകര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ആ ഗ്ലാസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 ഉടയുന്ന ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ഞാൻ അകത്ത് ജനലിൻ്റെ അവിടെയാണ്, ആ ജനാവാതിൽ തുറന്ന് വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ആക്കി വെക്കുക. പിന്നെ ഒരു കുറേ ദിവസം എടുക്കും ഇതിങ്ങനെ അതൊക്കെ പൊളിഞ്ഞ് വരണം. ഈ കുരു പൊളിഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് തൈ മുളച്ച് വരാൻ ഒരു 15-20 ദിവസമൊക്കെ എടുക്കും. നമ്മളൊരു ആഴ്ചയൊക്കെ വെച്ചിട്ട് കുരു മുളച്ചിക്കണ് കാണാനില്ല വെച്ചിട്ട് കളയരുത്. അപ്പോൾ ഉണ്ടാവും ഒരു 15 ദിവസം 20 ദിവസമൊക്കെ പിടിച്ചിക്കണത് ഇങ്ങനെ ആയി വരാൻ. 1-2 തൈ ആയിട്ടാണ് മുളച്ച് വന്നിട്ടുള്ളത്. ഒന്നിൽ എന്തോ ഒരു സൈഡിൽ കൂടെയാണ് തൈ വന്നത്. മറ്റത് അങ്ങനെ മേലെ കൂടെ തന്നെയാണ് സാധാരണ വരവ്. ഇതെന്താണെന്നറിയില്ല, ഒരു പ്രത്യേകത ഉണ്ട്. കുരുവൊക്കെ മുളച്ച് പൊളിഞ്ഞ് വന്ന്, പക്ഷെ സൈഡിൽ കൂടെയാണ് തൈ കണ്ടോ മുളച്ച് വന്നത്. അങ്ങനെ നമ്മൾ കുറേ ദിവസം കൂടെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. ഒരു 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് തൈ ഉഷാറായിട്ട് വരും. ഇപ്പോൾ കണ്ട നമ്മൾ ഒരു മാസം 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ തൈ ഇലയൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇതാ കുഴിയൊക്കെ എടുത്തതിന് ശേഷം നമ്മളതിൽ ഇതാ കുറച്ച് ചാണകപ്പൊടിയൊക്കെ വിതറിയിട്ടുണ്ട് കേട്ടോ. കുഴി എടുത്തതിൻ്റെ പകുതി മണ്ണ് അങ്ങോട്ട് തന്നെ നീക്കിയിട്ട് ഒന്ന് മണ്ണ് ഇളക്കം തട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മളിതാ ഈ ഈർക്കിളി കളഞ്ഞതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ആ വേര് പൊട്ടി പോവാതിരിക്കാനാണ് അടിയിൽ ഉറച്ച മണ്ണിനൊക്കെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഇത് കൊണ്ട് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് തൈയൊക്കെ വലുതായതിന് ശേഷം നമുക്ക് വേണ്ട വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് മുളച്ച് ഇലയൊക്കെ വിരിഞ്ഞിട്ട് കുറച്ച് വലുതായതിന് ശേഷം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ എൻ്റെ ബട്ടറിൻ്റെ തൈ കുഴിയിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോയെന്നൊന്നും അറിയില്ല. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അത് ഇത്രയുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.